ആത്മഹത്യാക്രമണത്തിന് പിന്നാലെ വൈറ്റ് കോളർ ഭീകര മൊഡ്യൂളിന്റേതായ പ്രവർത്തന രീതി സംബന്ധിച്ച് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. ജെയ്ഷ് എ മുഹമ്മദ് ബന്ധമുള്ള ഈ സംഘത്തെ രൂപീകരിച്ചത് ഹരിയാനയിലെ ഫരീദാബാദിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർമാരും അധ്യാപകരും ഉൾപ്പെടുന്ന പുറത്തുനിന്ന വിദ്യാഭ്യാസ പ്രവർത്തകർ എന്നിങ്ങനെ തോന്നിപ്പിക്കുന്ന ഉന്നത വിദ്യാഭ്യാസക്കാരാണ്. ഭീകര സംഘടനകൾക്ക് പുതുതലമുറയ്ക്ക് ആശയവൽക്കരണം നൽകാനും രഹസ്യ പ്രവർത്തനം ഉറപ്പാക്കാനുമുള്ള പുതിയ മൊഡ്യൂളാണ് ഇതെന്ന് അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നു. സംഘത്തിലെ എല്ലാ പ്രവർത്തന പ്രതികൾക്കും സ്പഷ്ടമായ ചുമതലകൾ ഉണ്ടായിരുന്നു. ഭീകര പ്രവർത്തനത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ എത്തിക്കൽ, വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും ആശയപരമായി തീവ്രവൽക്കരണം, ഫണ്ടിംഗ്, ആയുധ വിതരണം, ബോംബ് തയ്യാറാക്കൽ, വാഹനമൊരുക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന ചുമതലകൾ ഓരോരുത്തരും കൈകാര്യം ചെയ്തുവെന്ന് NIA-ക്കും മറ്റ് അന്വേഷണ ഏജൻസികൾക്കും ലഭിച്ച വിവരങ്ങൾ വ്യക്തമാക്കുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായ പ്രവർത്തകനായ ഉമർ ബിൻ ഖത്താബ് ജമ്മു കാശ്മീരിലെ ഷോപിയാനിലെ മൗലവി ഇർഫാൻ അഹമ്മദുമായി നേരിട്ടുള്ള ബന്ധത്തിലൂടെ സംഘത്തിന്റെ ആശയബന്ധം ഉറപ്പിക്കുന്നതായിരുന്നു ഇവന്റെ പങ്ക്. JEM-ന്റെ മധ്യകേന്ദ്രവുമായി ബന്ധിപ്പിച്ച പ്രധാന കണ്ണി കൂടിയാണ് ഇയാൾ. മൗലവി ഇർഫാൻ അഹമ്മദ് ഷോപിയാനിലെ ഒരു പള്ളിയിലെ മൗലവി ഉന്നത വിദ്യാഭ്യാസമുള്ള യുവാക്കളെ തീവ്രവൽക്കരിക്കുകയും JEM-ന്റെ വൈറ്റ് കോളർ മൊഡ്യൂളിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രധാന ചുമതലയാണ് ഇയാൾക്കുള്ളത്. ഡോക്ടർമാരെയും വിദ്യാർത്ഥികളെയും ആശയപരമായി സ്വാധീനിച്ച പ്രധാന ബ്രെയിൻ ഇദ്ദേഹമാണ്. ആദ്യം മുജമിൽ ഷക്കീലിനെ അടുപ്പിച്ച് റിക്രൂട്ട് ചെയ്തത് ഇർഫാൻ അഹമ്മദാണ്. മുജമിൽ ഷക്കീൽ ഫരീദാബാദ് അൽ ഫലാഹ് സർവകലാശാലയിലെ ഡോക്ടറാണ്. സംഘം രൂപപ്പെട്ടതിൽ നിർണായക പങ്കുവഹിച്ച മുഖ്യപ്രതി. ഒരേ സ്ഥാപനത്തിലെ മറ്റ് ഡോക്ടർമാരായ മുജാഫർ അഹമ്മദ്, ആദിൽ അഹമ്മദ്, റാഥർ, ഷാഹിൻ സയ്യിദ് എന്നിവരെ റിക്രൂട്ട് ചെയ്തത് ഷക്കീലാണ്. വിദ്യാർത്ഥികളിൽ ആശയപരമായ സ്വാധീനവും രാസവസ്തുക്കളുടെ ഗതാഗതവും സുരക്ഷിതവുമായി കൈകാര്യം ചെയ്തത് ഇയാളായിരുന്നു. ക്യാമ്പസിലെ സൗഹൃദ വലയങ്ങൾ ഉപയോഗിച്ച് ഭീകരവാദ വിപുലീകരണം നടത്തിയതും ഇയാളുടെ നീക്കമായിരുന്നു. ഇനി ഷാഹിൻ സയ്യിദ് ലക്നൌ സ്വദേശിനിയാണ്. അൽ ഫലാഹ് സർവകലാശാലയിലെ അധ്യാപിക. ഭീകര മൊഡ്യൂളിന്റെ സാമ്പത്തിക ശൃംഖല ഏകോപിപ്പിക്കുന്ന പ്രധാന ചുമതല. ഏകദേശം 20 ലക്ഷം രൂപ സംഘം ശേഖരിക്കാൻ ഇവർ നേതൃത്വം വഹിച്ചു. JEM-ന്റെ വനിതാ യൂണിറ്റായ ജമാഅത്ത് ഉൽ മുമിനാത്ത് വഴിയായിരുന്നു ദാരിദ്ര്യത്തിലായ സ്ത്രീകളെ ആശയവൽക്കരിച്ച് സംഘടനയിൽ എത്തിക്കുന്നതും ഇവർ ചെയ്ത പരിപാടികളിൽ ഒന്നായിരുന്നു. ആമിർ റഷീദ് അലി ജമ്മു കാശ്മീരിൽ സ്വദേശി. ആത്മഹത്യാക്രമണം നടത്തിയ ഉമർ ഉൻ നബിക്ക് നേരിട്ട് സഹായം നൽകിയ മുഖ്യ സംഘാടകൻ. സ്ഫോടക വസ്തുക്കളുടെ തയ്യാറെടുപ്പിലും ആക്രമണ പദ്ധതിയുടെ ഫൈനൽ എഡ്യൂക്കേഷനിലും നിർണായക പങ്കുവഹിച്ചു. NIA ഡൽഹിയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ആക്രമണത്തിന് ഉപയോഗിച്ച I-20 കാർ ക്രമീകരിച്ചതും ഇവരാണ്. ആദിൽ അഹമ്മദ് റാഥർ. ജമ്മു കാശ്മീരിൽ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത് റാഥറിനെയാണ്. ഇതിലൂടെ മുഴുവൻ മൊഡ്യൂളും പുറത്തുവന്നു. ആയുധങ്ങൾ ശേഖരിച്ച് സംഘത്തിന് എത്തിക്കാനാണ് റാഥറിന്റെ ചോദ്യം ചെയ്യലാണ് മുജമിൽ ഷക്കീലിനെയും ഷാഹിൻ സയ്യിദിനെയും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞത്. 2900 കിലോ സ്ഫോടക വസ്തു ഫരീദാബാദിൽ നിന്ന് പോലീസ് വീണ്ടെടുത്തത് ഇയാളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമായി. ഉമർ ഉൻ നബി ആത്മഹത്യാക്രമണം നടത്തിയ പ്രധാന പ്രതി. ഡൽഹിയിൽ മണിക്കൂറോളം കാർ ഓടിച്ച് ഉയർന്ന തിരക്കുള്ള ഭാഗത്തെത്തിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നു. അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചുള്ള സ്ഫോടക വസ്തു നിർമ്മാണത്തിൽ പരിശീലനം ലഭിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ആക്രമണത്തിന് മുൻപ് അവൻ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ കാണുന്ന അതിതീവ്രവൽക്കരണം അന്വേഷിക്കാൻ ശ്രദ്ധ ഏർപ്പെടുത്തിയിരുന്നു. ജാസിർ ബിൽ വാണി അലയാസ് ദാനിഷ് സംഘത്തിന്റെ സാങ്കേതിക വിദഗ്ധൻ. ബോംബ് നിർമ്മാണത്തിൽ പരിശീലനം ലഭിച്ചിരുന്ന ഇയാളെ ഉമർ ഉൻ നബി നേരിട്ടാണ് റിക്രൂട്ട് ചെയ്തത്. ഡ്രോണിൽ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുക, റോക്കറ്റ് മൊഡ്യൂളുകൾ സജ്ജീകരിക്കുക എന്നിവയാണ് ഇയാൾക്ക് നൽകിയ ചുമതല. പുതിയ വെളിപ്പെടുത്തൽ മുജമിൽ ഷക്കീൽ പരിചയപ്പെട്ട ഒരു മൊബൈൽ ഷോപ്പ് ഉടമയ്ക്ക് 2 വലിയ യന്ത്രങ്ങൾ, ഒരു സ്റ്റാപ്ലർ പോലെയുള്ള ഉപകരണവും ഒരു ഗ്രനേഡിംഗ് മെഷീനും കൈമാറിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് ഷോപ്പ് ഉടമയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. 2 വർഷം മുമ്പ് ഷോപ്പ് ഉടമയുടെ കുഞ്ഞിന് പൊള്ളലേറ്റപ്പോൾ ചികിത്സയ്ക്കായി അൽ ഫലാഹ് സർവകലാശാലയിൽ എത്തിയതാണ് ഷക്കീലുമായി സൗഹൃദത്തിന്റെ തുടക്കം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളിൽ നിന്നുള്ള ഉയർന്ന വിദ്യാഭ്യാസക്കാരെ ഉപയോഗിച്ച് പല തലങ്ങളിലായും രഹസ്യമായും പ്രവർത്തിക്കുന്ന ഒരു വൈറ്റ് കോളർ ഭീകര ശൃംഖല ഒരുക്കിയതാണ് ജെയ്ഷ് എ മുഹമ്മദിന്റെ പുതിയ തന്ത്രമെന്ന് അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നു.
സമാധാനപരവും വിദ്യാസമ്പന്നവുമായ സാമൂഹിക മുഖങ്ങൾ ധരിച്ച പ്രതികൾ സമൂഹത്തിനുള്ളിൽ കടന്നുകൂടിയ ഭീകരതാ ശൃംഖലകളെ ശക്തിപ്പെടുത്തുന്ന പുതിയ മോഡലിനെ കുറിച്ച് സുരക്ഷാ ഏജൻസികൾ കടുത്ത ജാഗ്രതയിലാണ് ഉള്ളത്. എന്തായാലും ഇവ നമ്മുടെ നാട്ടിൽ നിന്നും വേരോടെ പിഴുതെറിയാൻ ഇപ്പോൾ കഴിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും സാധിക്കില്ല എന്ന് ചുരുക്കം.